പുതുതായി യു എയിലേക്ക് വന്നതോ അല്ലെങ്കിൽ വർഷങ്ങളായി യു എയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക് എന്നറിയാം. ആദ്യത്തെ സാലറി ബാങ്കിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന സാധനം ബെഡ് സ്പേസ് എന്ന സിംഗിൾ പാർട്ടീഷനോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, പുത്തൻ പുതിയ കാറ് EMI എടുക്കാം, ലോൺ എടുക്കാം, ക്രെഡിറ്റ് കാർഡ് മാക്സിമം യൂസ് ചെയ്യാം. ഒരു കംപ്ലീറ്റ് 9 to 5 ജോബ്, അതായത് ഒരു സ്വർണ്ണ കൂട്ടിൽ ട്രാപ്പ് ആയ ഒരു അവസ്ഥയാണ്. എൻ്റെ ലൈഫിൽ സാലറി കൂടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് വിചാരിക്കുന്ന ചങ്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. വെൽത്ത് ഉണ്ട് എന്ന് കാണിക്കുന്നതിനേക്കാളും പാടാണ് വെൽത്ത് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. പക്ഷേ സിമ്പിളായിട്ട് ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രസന്റ്ലി ഉള്ള ക്രെഡിറ്റ് കാർഡ്സ് അത് 30% മുകളിലേക്ക് സ്പെൻഡ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. സെക്കൻഡ്, നിർബന്ധമായിട്ട് നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ്, അത് 10% ആയിക്കോട്ടെ 20% ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ അസറ്റിലേക്ക് നിങ്ങൾ പാർക്ക് ചെയ്യണം. ആൻഡ് സ്ട്രിക്ട്ലി തേർഡ് വൺ, UAയിലുള്ള നിങ്ങളുടെ എത്രത്തോളം ടൈം ഉണ്ടോ അതൊക്കെ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഫേസ് ആയിട്ട് നിങ്ങൾ കാണണം. അതല്ലാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഫ്ലെക്സ് ചെയ്യേണ്ട ഫേസ് ആയിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങൾ ഏത് ഫേസിലുള്ളത്? ലൈഫ് സ്റ്റൈൽ ഫേസ് ആണോ അല്ലെങ്കിൽ വെൽത്ത് അക്യുമുലേഷൻ ഫേസ് ആണോ? കമന്റ് ഡൗൺ ബിലോ.